الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. الله سبحانه وتعالى ഈ സദസ്സ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കലിക്കത്താവുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തെയും സ്നേഹിക്കുക. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആൾമാരാണ് സ്വഹാബത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബത്തെ പറ്റി നമ്മൾ നോക്കുമ്പോൾ അങ്ങ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാർ, തങ്ങളുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ അതിനെയും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചെടുത്ത ആൾമാരാണ്. അതുകൊണ്ട് ഖുർആൻ ചൊല്ലുന്നത് ആമിനു കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ച പോലെ നീ വിശ്വസിക്കണം. സ്വഹാബത്തെ വിശ്വാസം എന്താണ്? വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലിട്ടും മുട്ടതക്കരല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ തൊട്ടിയും എനിക്ക് സ്നേഹമാണ്. അല്ലെങ്കിലും ഒരാൾ പിന്നൊരാളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടായെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടാകും അതിലൊട്ടി എല്ലാം സ്നേഹങ്ങൾ ഭൗതികമായ ലോകത്ത് നിന്നാണ്. ദുനിയാവ് മഹബത്തിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ചെല്ലുമ്പോൾ ചില ആൾമാർ കേൾക്കാറ് ആ മഹബത്ത്, അങ്ങനെ ഒരു മഹബത്ത് എങ്ങനെ കിട്ടും? അത് കിട്ടുമ്പോഴാണ് ഈമാന്റെ മാധുര്യം കിട്ടുന്നതിന് ചോറും ഞങ്ങൾ കിട്ടിയില്ല, ഇപ്പൊ നസീബ് ചെമ്മ കുറവുണ്ട്. അത് കിട്ടുവാനായിട്ടുള്ള അധ്വാനമാണ് ഒരു സത്യവിശ്വാസിയായ ആളാക്കുവാനായി. സ്വഹാബത്തിലെ കുറെ ചിത്രങ്ങൾ നിങ്ങൾ പഠിച്ച കുറെ വിഷയങ്ങൾ സ്വഹാബത്തിലെ പഠിക്കും. അത് കാണുമ്പോ കേൾക്കുമ്പോ ആൾമാർ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഏത് രൂപത്തിലാണ് സ്നേഹിക്കുക? സ്വന്തം മക്കളാട്ടി ഭാര്യനാട്ടി എല്ലാവരാട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണോ ചെന്നത് മാത്രമല്ല, സ്വഹാബത്ത് അങ്ങനെ ആക്കി കാട്ടിയാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലു അമ്പ് പറയുമ്പോ സ്വന്തം നെഞ്ഞാണ് കാട്ടത്. ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു നഹരി ദൂന നഹരി, നിങ്ങളെ നെഞ്ഞി എന്തും ആവത്തില്ല, നന്റെ നെഞ്ഞി എന്തും ആവട്ടെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു സമർപ്പണത്തെ സ്നേഹം. അവിടെ സ്വന്തം നഫ്സിനെ കാണാനിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രം കാണണമെങ്കിൽ അത്ഭുതകരമായ സ്നേഹം. അതെങ്ങനെ സാധ്യമാവും കേൾക്കുമ്പോ ആത്മീയമായ വഴിയിൽ മാത്രമാണ് സാധ്യമാവാത്ത. എന്ത് നമുക്ക് ദുനിയാവിൽ ഏതെല്ലാ ടൈപ്പുള്ള പ്രേമികളെ കാട്ടി എന്തെല്ലാ ടൈപ്പുള്ള ആൾമാർ ആ പ്രേമത്തിന് മൂത്തൻകെത്ത ലയിച്ചൻകെത്ത ആൾമാർ ദുനിയാവുടെ സ്നേഹം. അതേ സ്നേഹത്തെ ഇപ്പുറം വെച്ച് നോക്കുമ്പോൾ ആത്മീയമായ സ്നേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ ഓരോ സെക്കൻഡിലും പേര് ചെന്നില്ലെങ്കിൽ ബേജാറാവൂടെ, പേര് കേട്ടില്ലെങ്കിൽ ബേജാറാവൂടെ. ഇങ്ങനത്തെ ഒരു ഹന്തത്ത് ഒരാൾ എത്തവും സാധ്യമാവുമ്പോഴാണ് അവನು വജദബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ഈമാന്റെ മാധുര്യം എത്തോട്ടേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നത്. അപ്പൊ ഈ സ്നേഹം ഖൽബിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മാധുര്യം കിട്ടുക സാധ്യമാവും. അപ്പൊ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുന്നതിനെ ഒട്ടിയെ തങ്ങളുമായി ബന്ധപ്പെട്ട ആധാരൊട്ടിയ സ്നേഹം പറഞ്ഞു. ദുനിയാവുടെ ഏത് സ്നേഹികളായെങ്കിലും ദുനിയാവുടെ ഏത് പ്രേമങ്ങളായെങ്കിലും അതുപോലെയാണ്. ഒരാൾ പിന്നൊരാളെ പ്രേമിക്കുമ്പോ അവന്റെ ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ലൈല മജ്നൂൻ ചെന്നിട്ട് ഒരാളിന്ന മജ്നൂൻ ലൈലാരെ പ്രേമിച്ച് ഭ്രാന്തായിക്കെത്ത ഒരാളെ ചരിത്രം ചെമ്മ പരിചയപ്പെടുത്തും. അവൻ ഉണ്ടാക്കിയെത്ത ധാരാളം ആയിരക്കണക്കിന് കവിതകളും. അപ്പൊ അവನು ലൈലാരെ പ്രേമിച്ച് ഭ്രാന്തായിപ്പോയിട്ട് മജ്നൂൻ ലൈലാട്ടാണ് അവന്റെ പേര്. അവനൊരു മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോ ഒരു നായിനെ കണ്ടു. റഅൽ മജ്നൂൻ ഫിൽ ബൈദാഇ കൽബൻ ഫനാല ലഹു ഫജറ ലഹു മിനൽ ഇഹ്സാനി ദൈല. മജ്നൂനായ ആളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നായിനെ കണ്ടപ്പോ ഇക്കൊരു നന്മയാക്കിയോ, ഇക്കൊരു ഗുണമാക്കിയ നായിക ഉപകാരമാക്കി. അപ്പോ ആൾമാരെല്ലാം ആക്ഷേപിച്ചത് ഫലാമുഹു അലാ മാ കാന മിൻഹു ഫഖാലു ലിമനഹ്തൽ കൽബ നൈല. അങ്ങ് ഓന്റെ ആക്ഷേപിച്ച അവനിങ്ങനെ നടന്നു പോകുമ്പോ ഒരു നായിനെ കണ്ടിട്ട് അയക്ക് ചെമ്മ ഉപകാരമാക്കിയ നായിക. ആൾമാരെല്ലാം ആക്ഷേപിച്ചാൽ നായിക എന്തെങ്കിലും ഉപകാരമാക്കുകൊണ്ട്. അപ്പൊ അവൻ ചൊല്ലുന്ന ഫഖാല ദഊനി ഇന്ന ഐനി റഅതുഹു മർറതൻ ഫീ ഹയ്യി ലൈല. നന്റെ നീ ആക്ഷേപിക്കോ പറണ്ട, നന്റെ നീ കൊടു. കാരണം
നന്റെ കണ്ണ് ഈ നായിരെ ലൈല താമസിക്കരങ്കത്തെ ഗ്രാമത്തിലോട്ട് കണ്ടു. അപ്പൊ ഈ നായിക നന്മയാക്കുള്ള കാരണം എന്തേലും കേട്ടെങ്കിൽ ഈ ഭ്രാന്തൻ അല്ലെങ്കിൽ ഈ പ്രേമി ഓണു ആ നായിക നന്മയാക്കുക ഗുണമാക്കുള്ള കാരണം നന്റെ ഈ കണ്ണ് ഈ നായിക ഇതേ നായിക ലൈല താമസിക്കര ഗ്രാമത്തിൽ കണ്ട് ഐക്യവനായിട്ടാണ് അങ്ങ് എല്ലാവരും പോയെങ്കിൽ ഓൺ അതിനെ മുട്ടമേ രചിച്ചിട്ട് അതിനെ പൂജയാക്കിക്കൊണ്ടുള്ളേ ಅದಕ್ಕೆ ഉപകാരമാക്കിക്കൊണ്ടുള്ളേ. അപ്പൊ അവിടെ മഹാന്മാർ കേൾക്കാറ് ഒക്ക കണ്ടപ്പോ ഇങ്ങനെ ആക്കിയാണ്ടായെങ്കിൽ അവൻ എപ്പോഴും ആ നായിനെ കണ്ടോണ്ടിരുന്നാണ്ടായെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിട്ടിക്കത്ത് ഉന്റെ മുട്ടമേ ആ നായി താമസിക്കുന്നുണ്ടായെങ്കിൽ ഉന്റെ ഹാലെന്തായിട്ടിക്ക് നമുക്ക് ചൊല്ലോ സാധ്യേ. അപ്പൊ ഞാനിത് അതൊക്കെ ഉദാഹരണമാണ് ചോദിച്ചത്. അഥവാ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ തൊട്ടിയ സ്നേഹമാണ്. അങ്ങനെ ആവുമ്പോഴേ ഈമാൻ പൂർത്തി അവിടെ അല്ല. സ്വഹാബത്തിന്റെ വയ്ക്കുന്ന ഈമാൻ ഇസ്ലാമിയുടെ വയ്ക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വയ്ക്കുക ചെല്ലുമ്പോ അങ്ങനെയാണ്. ദുനിയാവ് സ്നേഹിക്കാൻ മാത്രം എങ്ങനെ ആവാം? അപ്പൊ ഇതിനാരും ആക്ഷേപിക്കില്ലേ? ലൈലയുടെ നായി എന്തോ അല്ലത്. ലൈലയുടെ നായിന്റെ അത്രയും ചെല്ലാം ഇത് അതെന്തോ അല്ല. ലൈല താമസിക്കുന്ന ഗ്രാമത്തിൽ ഈ നായിനെ കണ്ടപ്പോ അത്ര ഉപകാരമാക്കിയാണെങ്കിൽ അതിനെ പറ്റി ആരും ആക്ഷേപിക്കില്ലേ? അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഅർ മുബാറക് അതൊരാൾക്ക് കിട്ടിയിട്ടുണ്ടാവുമ്പോ അതിൽ ഞാൻ ബർക്കത്തെടുത്താൻ ചെല്ലുമ്പോ അപ്പ അതിനെ എതിർക്കുക ആൾമാരുള്ളത്. അത് വ്യക്തി പൂജ ചെല്ലെങ്കിൽ എത്ര നസീബ് കിട്ട ആൾമാർ ഇന്നുള്ള അതിനാണ് മുനാഫിഖീങ്ങൾ ചൊല്ല കപട വിശ്വാസിനാണ്. അപ്പൊ ഇതാവൂ അതാവൂല്ലേ നാനൊരു പെണ്ണിടെ പ്രേമിക്കുന്നത് കൊണ്ട് അവൾ കറുത്തവളാണ്, അതുകൊണ്ട് സുഡാൻകാർ റൊട്ടിയെ വരെ എനിക്ക് ഇഷ്ടമാണ്. കറുത്ത ആൾമാർ റൊട്ടി എനിക്ക് വലിയ ഇഷ്ടമാണ്. കറുത്ത നായികളൊട്ടി എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്തേ കറുത്ത നായികളൊട്ടി എനിക്ക് ഇഷ്ടമായ ഞാൻ സ്നേഹിക്കരെങ്കത്തെ പെണ്ണ് അല്ലെങ്കിൽ എന്റെ ഭാര്യ അവൾ കറുത്തവളാണ്, അതുകൊണ്ട് കറുത്തത് റൊട്ടി എല്ലാം എനിക്ക് ഇഷ്ടമാണ് അവൻ ചെന്നുകൊണ്ടുള്ളൂ. അപ്പൊ ഇവിടെ ഒരു വ്യക്തിനെ മാത്രമല്ല സ്നേഹിക്കുക, അതുമായി ബന്ധപ്പെട്ട എല്ലാം. ഇതേ മജ്നൂൻ ഓർക്ക ലൈല താമസിക്കരെങ്കത്തെ ഔത്തർ മതിൽ ചുംബിച്ചുകൊണ്ടുള്ളതാണ്, മതിലിങ്ങനെ ചുംബിച്ചുകൊണ്ടുള്ള. അപ്പൊ ആൽമാർ കേക്കിടാ നിക്കെന്ത് ഭ്രാന്ത് മതിലാരായും പുത്രനുള്ള. അപ്പൊ അവൻ ചെന്ന അമുറു അലാ ജിദാരി ദിയാരി ലൈല ഉഖബ്ബിലു ദൽ ജിദാര വദൽ ജിദാര. ലൈല താമസിക്കരെങ്കത്തെ ഔത്തറെ മതിൽ ഞങ്ങൾ മുത്തിയോണ്ടുള്ള ഞാൻ മുത്തിയോണ്ടുള്ള ഉഖബ്ബിലു ദൽ ജിദാര വദൽ ജിദാര. ആ മതിലൊക്കെ മുത്തറ ഈ മതിലൊക്കെ മുത്തറ എന്തിനാണ് മതിൽ മുത്തറ നോക്കണമെങ്കിൽ വിചാരിക്കണോണ്ട് സമയമില്ല. എന്തോ ഭ്രാന്തുണ്ടോ? ഓൺ ചെല്ല നക്ക് ഭ്രാന്തല്ല, നിക്കാണ് ഭ്രാന്ത്. ഈ മതിലൊട്ടിയുള്ള പ്രേമം കൊണ്ടല്ല ഞാൻ കുത്തിയോണ്ടുള്ള. പിന്നെയോ ഇതിൽ ഉൾക താമസിക്കരങ്കെത്ത ഒരാളുള്ള അവളുമായുള്ള പ്രേമത്തിൽ അവൾ താമസിക്കരങ്കെത്ത ഔത്തരം മതിലൊട്ടിയവരെ വിസാണ്. ഇതെല്ലാം ദുനിയാവുടെ വിഷയമാണ് ഞാൻ കേട്ടുകൊണ്ടുള്ളത്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. അപ്പൊ ഒരു മഹബത്തുമായി ബന്ധപ്പെടുമ്പോ ഇതെല്ലാം കൊണ്ടു പരിശുദ്ധമായ ഹുജറത്തുൽ ഷരീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള ഷരീഫിൽ മൊത്ത പോയിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം ചെല്ലു പോകുമ്പോൾ ഞാൻ എതിർക്കുള്ള ഒരാളെ അയാൾ എന്താക്കിത്ത് ചൊല്ലിയെങ്കിൽ അയാൾ സഡൻ ഈ ഹുജറ ഇങ്ങനെ മുത്തിട്ട് ഇങ്ങനെ തൊട്ടു ഇങ്ങനെ മുത്തിട്ട്. അപ്പൊ അവിടെ ചുമാറാളിക്കിടാറ് അങ്ങനെ ഡ്യൂട്ടി നിങ്ങളെ കർത്തവ്യം അതാക്കണം. വന്നിട്ടെല്ലാം പറയുക സുറാക്കിയാൽ ഇയാൾക്ക് അതിന് മുത്തര അത് ശിർക്കിന്റെ ചെന്നാറ്. അപ്പൊ നക്കിത് അർത്ഥമായില്ല എന്ത് ശിർക്കായിട്ട് ഇയാൾ ചൊല്ലുന്ന മഹബത്ത് കൊണ്ടാണ് മുത്തി എന്ന് ചൊല്ലും. ലൈല താമസിക്കരങ്കത്തെ ഔത്തരം മതിൽ ചുംബിക്ക ഭ്രാന്തത് ഇതിനെ പറ്റി ആരും ശിർക്കും ചെല്ലില്ല. അതേ സമയത്ത് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹം കൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കരങ്കത്തെ ഹുജറത്തുൽ ഷരീഫ് ഇങ്ങനെ തൊട്ടവൻ മുത്തിയാണ്ട് അപ്പ ശിർക്കൈത്തത് ഇസ്ലാമിയുടെ പുറത്തൈത്തും ചെല്ലത്. ഇത് എന്തിനെ ചൊന്നിട്ടാണ് മനസ്സിലാവാത്തത്. അത് സുന്നത്താ നിർബന്ധമാ? ചിലപ്പോൾ നിർബന്ധമായിട്ടിരിക്കും. മഹബത്തിലുള്ള ആശയാണ്. അപ്പൊ അതിനെ പറ്റിയല്ല കേൾക്കുക. ഓന്റെ സ്നേഹമാണ് അത്. സ്നേഹത്തിന് എന്തൊരു ചൊല്ലുകയില്ല, പ്രമാണം ചൊല്ലുകയില്ല. പിർസ കൊണ്ട് ഒരാൾ അങ്ങനെ ആക്കിയിട്ടുണ്ടായെങ്കിൽ അവരുടെ പിന്നെ കുറുമ്പ് കേട്ടിട്ട് കാര്യമില്ല. അപ്പൊ ഇയാൾ മുത്തിയത് അയാൾ ചൊല്ലുന്നത് ആ സ്നേഹം കൊണ്ടാണ് മുത്തിയത്. ഈ മദീനത്ത് പോയിട്ട് ആ പച്ചക്കുപ്പം വേണ്ടി നോക്കി നിൽക്കണം, അങ്ങനെ നോക്കി നിൽക്കണം എത്രമോ അറുന്നൂറുള്ള അതിന് മുട്ടമേ നിൽക്കണം, അങ്ങനെ സ്വറമേ അത്. അതെന്തെങ്കിലും കേട്ടെങ്കിൽ അയക്കോണ്ട് പ്രൂഫ് കൊടുക്കുക സാധ്യയില്ല. അവൻ ചെല്ലുന്നത് എന്നെ പൽപ്പെടുന്നത് മഹബത്താണ്, പിർസപ്പാടാണ്. കൂടെയാണ് രണ്ട് വിഭാഗം ഇസ്ലാമിൽ വേർതിരിരെ. ഒന്ന് ഇസ്ലാമും ചൊന്നിട്ട് പണ്ട് ഒണങ്ങിയ ഇസ്ലാമിയുടെ ആൾമാർ അങ്കിതെന്തോ ആവുന്നത് നീ എന്തിനേ ചൊന്നാലും ആവില്ലേ. പിന്നൊരു വിഭാഗം അങ്ങനെയല്ല, അങ്ങ് മഹബത്തര ഉറത്തിയുള്ളേക്കത്തെ ഇസ്ലാം. ഈ ഇസ്ലാമിക്ക് അർത്ഥമുള്ള വാല്യൂ ഉള്ളു. പക്ഷെ പഠിക്കാത്തങ്കത്തെ ഒരാൾക്ക് ഈ ഒണങ്ങിയ ഇസ്ലാമിലോട്ട് വന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഉണ്ടാൻ രണ്ടോട്ട് കൈകാൽ ഉത്താക്കിട്ട് മൂമ്പേരിക്കണം അങ്ങനെ ഇല്ല. അപ്പൊ നീ ചെന്നതേ സമ, അവൻ ചെന്നത് സമല്ല. ആമിനു കമ ആമനന്നാസ്. നിങ്ങളുടെ വിശ്വാസത്തിൽ കാലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിക്കട്ടെ. അവിടെ തീർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി 63-ാമത്തെ വർഷത്തിൽ.
പിന്നെ എന്തുമില്ല, പിന്നെ തീർത്ത്. പിന്നെ നമുക്ക് ഖുർആൻ സുന്നത്തുണ്ടല്ലോ, ഇത് മെയ്യാവും. അത് കൊമ്പന്ന ആളിലോട്ട് തിരിച്ചെന്തില്ല, അയാൾ വലിയ ചെല്ലുന്നോട്ടെത്തുമില്ല. പരിശുദ്ധമായ റബീഉൽ അവ്വൽ ലോകത്തുള്ള മുഅ്മിനീങ്ങൾ എന്തിനാക്കണേ തോന്നുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെനപ്പറ്റുകൊണ്ടിരിക്കുക, സ്മരിച്ചുകൊണ്ടിരിക്കേ. ഇനി നബിദിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തില്ല പോട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12 ആചരണാക്കില്ല. അങ്ങനെ ആചരണാക്കി മാത്രം ഞങ്ങൾ 12 ആചരണാക്കണം. അങ്ങനെ ഉണ്ട്. ലോകത്ത് സ്വഹാബത്താക്കാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ലാത്ത എന്തെല്ലാം ഈ ചൊന്നാൽമാരാക്കിക്കൊണ്ടുള്ള ഇങ്ങ പരിപാടിക്കത്തെ ദീന്റെ ഐക്യവേനായ ഇങ്ങനെ സംഘത്തെ വാർഷിക എപ്പോ വേണമെങ്കിൽ കാട്ടിക്കൊണ്ടിരിക്കാം. 10ാം വാർഷികാക്ക, 12ാമത്തെ വാർഷികാക്ക, 25ാമത്തെ വാർഷികാക്ക. ഈ വഹാബിസംന്റെ ഏറ്റവും വലിയ കാപ്പട്യ ധർമ്മത്തെ ഉണ്ടാക്കിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ജന്മദിന ഒരു വാರ ആചരണാക്കിയതിന്റെ ಬಗ್ಗೆ കഴിഞ്ഞ വർഷം ನಾನು ಓದಿದ್ದೆ. ഒരു ವಾರ ആചരണാക്കിയത് അതിന്റെ ಬಗ್ಗೆ ഒന്നും ചോദ്യമില്ല. അതല്ല ആക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ മാത്രം മുണ്ടിരുന്നാ ചൊന്നിരുന്നാണ് ചൊല്ലുന്നത് ലോകത്തെ ഏറ്റവും വലിയ കാപ്പട്യാണ്. അപ്പൊ ഈ കെട്ട് ഞാൻ ചൊന്നു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും ചൊന്നെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ട് അതിലൊട്ടിಗೆ അങ്ങേയറ്റത്തെ സ്നേഹമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്പ് എടുക്കണമെങ്കിൽ ഖാദിമായിട്ടുണ്ട്. ചെറുപ്പ് എടുക്കണമെങ്കിൽ ഖാദിമാണ്. ഖാദിമുൻ അലിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിൽക്കാലത്ത് വന്ന കുറെ ആൾമാർ ചെറുപ്പയുടെ ഫോട്ടോ ഉണ്ടാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്പുണ്ട്, തുർക്കിയിലുണ്ടും ചെല്ലാറ് അല്ലാഹു അലം ടോപ്പ് കോപ്പിയോ മ്യൂസിയത്തിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്പ് കണ്ടില്ലെങ്കിലും ചെറുപ്പ് എങ്ങനെയും ചൊന്നിട്ട് കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്പയുടെ ಬಗ್ಗೆ മാത്രം വിശദീകരിക്കുന്ന കിതാബുണ്ട്. ഇതിലുണ്ട് ചെറിയ കിതാബ്. പക്ഷെ 500 ചില്ലാര പേജുള്ള വേറൊരു കിതാബാണ്. അതിൽ ചൊല്ലിട്ട് ചെറുപ്പയുടെ ಬಗ್ಗೆ മാത്രം. ഒരാൾ കാലിന്റെ പറ്റിയല്ല വിശദീകരിക്കുന്നത്, കാൽ പിന്നല്ലേ, കാലിന്റെ അടിയിൽ ഇട്ട് ചെറുപ്പയുടെ ಬಗ್ಗೆ വിശദീകരിക്കൂ. 500 ചില്ലാര പേജുള്ള കിതാബാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇങ്ങനത്തെ ഒരു നേതാവിടെ ലോകത്ത് ആർക്കെങ്കിലും കാട്ടോ സാധ്യമാ? ഈ നേതാവിടെ ಬಗ್ಗೆ പഠിക്കുന്ന പുസ്തകത്തുണ്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500ാമത്തെ വർഷത്തെ മീലാദ് വന്ന് എല്ലാവരുടെയും കഥണ്ടൊട്ടിയും നബി തങ്ങളെ ಬಗ್ಗೆ നീ എന്തിനു പഠിച്ച? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ ഒരു ബുക്ക് നക്കുവോ സാധ്യത തന്നെ കൊണ്ടുപോകുന്ന സാധ്യത ചെല്ല. നന്റെ നേതാവ് അങ്ങേയറ്റത്തെ നേതാവാണ്, ഇങ്ങേയറ്റത്തെ നേതാവാണ്. ഈ നേതാവ് കാൽ കിട്ടുന്ന ചെറുപ്പയുടെ ಬಗ್ಗೆ മാത്രം 500 ചില്ലാര പേരുള്ളത്. അത് ഒന്നെന്തല്ല, നന്റെ കണ്ടു വന്നു അങ്ങനത്തെ 100 കണക്കിൽ കിതാബ് വെറും ചെറുപ്പയുടെ ಬಗ್ಗೆ മാത്രം എഴുതിയാറുണ്ടായെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഗ്ഗയാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് കട്ടായം. അതല്ലാത്തതൊന്നും കട്ടായല്ല. ആൽമാരൽ ബേസിൽ എന്തെല്ല കട്ടായം, ഇതൊന്നും കട്ടായില്ല. കട്ടായ ഉള്ളതിലുള്ള വലിച്ചെറിഞ്ഞിട്ട് കട്ടായ ഇല്ലാത്ത കുറെ കാര്യങ്ങളെയാണ് ആധുനിക ലോകത്ത് ആക്കിക്കൊണ്ടുണ്ട്. മനുഷ്യന്മാർ ചൊല്ലിന് തലക്ക് കൊണ്ടുള്ള അർത്ഥമാവുന്നു. നന്റെ നബി അങ്ങനെയായിട്ടാ വിചാരിച്ചത്. നന്റെ നബി ഒരിക്കലും അങ്ങനെയല്ല. ആധുനിക കാലത്ത് കാണുന്ന ചിത്രങ്ങൾക്ക് ഒന്നും മാറും നോക്കുന്നുണ്ടേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എന്തുവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ എത്രയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലൊരു നേതാവ് ലോകത്ത് ആരുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ പഠിച്ചില്ല, പഠിക്കാത്തത് കൊണ്ട് നമുക്ക് കൊടുത്തില്ല. ഞങ്ങൾ യന്ത്രമാ വിചാരിച്ചോണ്ടുള്ളൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല അതുല്യമായ സ്വഭാവത്തെ ആളാണ്. ഞാൻ ബാംഗ്ലൂർ പൂരത്തങ്ങളെ ಬಗ್ಗೆ ഒരാൾ ചിന്തിച്ചു. സ്വഭാവത്തെ ಬಗ್ಗೆ ഞാൻ ചെല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷമായിൽ സൗന്ദര്യ സ്വഭാവമായിട്ടല്ല ചെന്നെങ്കിൽ അത്ഭുതമാണ്. അത്രയും വലിയ അത്ഭുതം, ഭയങ്കരമായ സ്വഭാവമാണ്. ആരെയും ഒരാളെ പോലും നമ്പല. എത്ര ചെറിയ കിടാവ് വരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടിയിൽ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെയാണ്. ബാക്കി ഞങ്ങളെ പോലത്തെ മന്ത്രാക്ക് പോകുമ്പോൾ ദൂരത്തിലിങ്ങനെ പോകുക. നിങ്ങൾ കിടാവിടെ എടുത്ത് മൂത്രം വെച്ച് പേടിയാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ വർഷം എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ട കിടാവിടെ വന്നപ്പോ മടിയിൽ തെപ്പാട്ടിട്ട് മൂത്രം വീത്തിട്ട് മടിയിൽ സ്വന്തം കിടാവല്ല മൂത്രം വീത്തത്, ഏതോ കിടാവ് മൂത്രം വീത്തിക്കൊണ്ടുള്ളൂ. ഞാൻ ആ സംഭവം വായിക്കും മനസ്സിലാക്കിയ ഞങ്ങളെ പോലത്തെ ഇന്നത്തെ നേതാക്കന്മാർ വേണ്ട. അല്ലാത്തൊരു നേതാവായിരുന്നെങ്കിൽ കിടാവ് വലിച്ചെറിയത്തപ്പ മടിയിൽ പോകാൻ വന്നിട്ട് മൂത്രം വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസാല പരിപാടി എന്തും മുണ്ടില്ല. കിടാവല്ലേ, കിടാവ് നോക്കണ്ട മൂത്രം വീട്ടിൽ തീരുവാ ഇതൊക്കെയാണ് സ്വഭാവമാണ്. അപ്പൊ ഞാനിങ്ങനെ പഠിച്ചോണ്ട് പോകുമ്പോ ഇപ്പൊ ആണ് കാട്ടിക്കൂട്ടുന്നത് ഇസ്ലാമല്ലാണ്ട് അവൻ എന്തെയാവും. അപ്പൊ കൂടത്തങ്ങളെ ಬಗ್ಗೆ ಹೇಳ್ತು ಬಾತ್ರೂಮ್ ಹೋಗೋ ಬರ್ತಾವ ಮೂತ್ರ ಮುಟ್ಟಿട്ടുണ്ട് ತಂಗದು. ಅಪ್ಪ ಫೋನ್ ಬಂತು. ಫೋನ್ ಬಂದ ತಮಗೆ ಮೂತ್ರ ಬಿಟ್ಟು ಹೋಯಲ್ಲ ಫೋನ್ എടുത്തവർ പോയി ഫോൺ എടുത്തുകൊണ്ട് ചെന്തൂട എനിക്ക് മൂത്രം മുട്ടിനെ അവന് വന്നില്ല. ನಾವು ವಿಚಾರಿಸ ನಂಗೆ അങ്ങനത്തെ കുറെ ഫോൺ എടുക്കില്ല. പോട്ട് അങ്ങനെ നക്ക് മൂത്രം മുട്ടിന് എന്നിട്ട് അവന് ಗೊತ್ತಿಲ್ಲ. അതുകൊണ്ട് ഫോൺ എടുത്തിട്ട് മൂത്രം പോയെങ്കിൽ ತೊಂದರೆ ಇಲ್ಲ. ഫോൺ മുട്ടിട്ടേ പോണ്ടേ. അവൻ ആ ചെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യമെല്ലാം ഞങ്ങൾ പഠിച്ചപ്പ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സയ്യിദാണ് കൂറത്തങ്ങൾ. അള്ളാഹു അയാളെ ദർജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ഈ സ്വഭാവങ്ങളെല്ലാം ഞാൻ കൂടുതൽ കണ്ടത് ആ കൂറത്തങ്ങളാണ്. എത്ര നല്ല സരളമായ സ്വഭാവമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതിപ്പോ വർണ്ണിക്കുന്ന ടൈമല്ല ഞാൻ ചൊന്നത്. ഇത് എവിടെ കിട്ടിയിട്ടുണ്ടോ അവിടെ കിട്ടണത്. നിങ്ങൾ ഏറ്റവും വലിയ ഉപ്പാപ്പയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അങ്ങനത്തെ സ്വഭാവം. അല്ലാണ്ട് കിട്ടിയത് കിട്ടിയത് ചൂടായിട്ടേ ഉള്ള 2 കിലോമീറ്റർ മുന്നേ അനൗൺസ് ആക്കടല്ല ചൂടാവോടും ചെന്നിട്ട് അതിൽ പറഞ്ഞ അന്യമ്മയെ അനൗൺസ് ആയിട്ട് പറഞ്ഞ ജാഗ്രതാക്കിയല്ലോ ജാഗ്രതാക്കി ഇരി വേണം സിമ വേണം. എന്തുകൊണ്ട് ചെന്നെങ്കിൽ ഞങ്ങൾ പഠിച്ചില്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്ക്. പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇക്കട്ട് കൂടെ ഞാൻ ചെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നേതാവോട് സ്നേഹിക്കലേക്കെത്ത ആൾമാർ, ആ നേതാവുമായി ബന്ധപ്പെട്ട എല്ലാത്തെയും സ്നേഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകെ ഹുദൈബിയ സന്ധി നടക്കലേക്കെത്ത ടൈമുള്ളൂ. ഹുദൈബിയ ചെന്നെങ്കിൽ മദീനത്തെ മക്കത്തിന് ഇഹ്റാം കെട്ടി സ്വഹാബത്ത് പോയപ്പോ ഹിജ്റ 6ാമത്തെ വർഷത്തിൽ ഹുദൈബിയത്തിൽ തടഞ്ഞു വെച്ചപ്പോ മക്കത്ത് ആൾമാർ വന്നിട്ട് അവിടെ ഒപ്പന്തം നടക്കരുത്. ആൾമാർ വന്നിടാറ്. അതിൽപ്പെട്ട ഒരാളാണ് ഉർവത്ത് ഇബ്നു മസ്ഊദ് ചെല്ലെങ്കിത്ത ആള്. ഉർവത്ത് ഇബ്നു മസ്ഊദ് ചെല്ല ആളിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തെ നോക്കിക്കൊണ്ടു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുഗീറത്ത് ഇബ്നു ശുഅബ എന്ന ഒരാളോട് അയാൾ മുട്ടത്ത് സംബന്ധമായി കുഞ്ഞപ്പടെ പോകണം. അങ്ങനെ ഭാര്യ മുട്ടത്തെ ആളാണ്. മുഖം മൂടിയിട്ടുണ്ട്. ഈ ഉർവത്താക്കി മുണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ മുട്ട ഇങ്ങനെ കൈകൊണ്ടു. ഇങ്ങനെ ഒന്ന് അറബികൾ ശൈലിയായിട്ട് ഇരിക്കും, അല്ലെങ്കിൽ തമാശാക്കിയിട്ട് യന്ത്രമാകുന്നില്ല, ഇങ്ങനെ കൈ വെച്ച് കൊണ്ടു. അപ്പൊ ഇയാൾ കൈ മുട്ടുകൊണ്ടോ ഇയാൾ കൈ കടിക്കുള്ളൂ. കൈയിൽ വെച്ച് കൊണ്ടുപോകും. നീ കൈയുടെ രൂപമായിട്ടില്ല, കൈയിൽ വെച്ച് കൊണ്ടു, കൈയിൽ വിട്ടു. ലാസ്റ്റ് നോക്കിയിട്ട് ഈ മനുഷ്യ കേട്ടത് മുഗീറത്ത് ഇബ്നു ശുഅബ ചെന്നപ്പോ പറഞ്ഞിട്ട് നീ നിന്റെ ആളായിട്ട് ഇത്തരം ഉപദ്രവാക്കി കടിച്ച മറ്റെന്നിട്ട് അവൻ പറഞ്ഞു. ആര് പറഞ്ഞിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ മുണ്ടുമ്പോ അതവൾ മുണ്ടോണു, നീ ഇങ്ങനെ കൈയിട്ട് മുണ്ടരുതേ. അവിടെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓൻ ചെന്ന ഇയാൾ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ സുബ്ഹാനല്ലാഹ് ഓൻ ചെന്ന അല്ലാഹു അക്ബർ. അയാൾ ഇസ്ലാം വന്ന സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു ഉർവത്ത് ഇബ്നു മസ്ഊദ്. അയാൾ ചെന്ന് എന്തിനും ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ ചെന്ന് നീ എന്തി വന്നതാണ്, നിങ്ങളെല്ലാം വിട്ട് ഓടാറ് 1000 ചില്ലറ ആൾമാർ ഉള്ളത് അങ്ങനെല്ലാം ഓടുന്നത് നിങ്ങൾ ബെത്തേക്ക് അവിടെ കൊണ്ട് വിഷയം തോന്നാണ്. അപ്പൊ അവിടെ സിദ്ദീഖിനുള്ള ഓടുകയെന്ന് അങ്ങനല്ലേ അങ്ങോ അല്ലല്ലേ സ്വഹാബത്തല്ലേ. സ്വഹാബത്ത് ഞങ്ങൾ മരിക്കണം ചെന്നിട്ടാണ് അവിടെ ബൈഅത്താക്കിയോ. അതുകൊണ്ടാണ് ബൈഅത്ത് ആ ഹുദൈബിയ സന്ധിയിൽ കരാറിൽ കൂടിയ ഒരാളും നരകത്തിൽ കൊണ്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സാക്ഷി കൊടുക്കും. ഞങ്ങൾക്ക് അത് നെയ്യോ അങ്ങനെ ചെന്ന നിങ്ങൾ നരകത്തിൽ പോണ്ടില്ല, സ്വർഗത്തിൽ മാത്രമാണ് പോണ്ടത്. അങ്ങനെ ഓടാറും ചെന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ഭയങ്കര ഒരു പറച്ചിൽ പറയുന്നത്. അയാളെ ലൈഫിൽ പറഞ്ഞൊരു പറച്ചിലായിട്ടിരിക്കുക. അപ്പൊ അത് ഞാൻ ഇവിടെ ചെല്ലില്ല. ഒരു പറച്ചിൽ പറയില്ല, ഭയങ്കരമായ പറച്ചിലാണ്. അതുകൊണ്ട് അഡ്രസ് ഇല്ലാത്താക്കുമ്പോൾ പറച്ചിൽ പറയില്ല. പറഞ്ഞിട്ട് ആമ്പ ഒക്കെ കിടതാറ് അവൻ പിന്നെ അയാൾ പറയുമ്പോഴല്ല അയാൾ ചൊല്ലു ഇത് അബൂബക്കറാണ്. അബൂബക്കറിനൊക്കെ ചെമ്പോ ഉപകാരാക്കി മക്കത്ത് അയാൾക്ക് കുറെ അപ്പൊ സന്തോഷം കൊണ്ടുതാണ്. ഇല്ല എങ്കിൽ ഞാനും അയാൾക്ക് പറയാത്ത ഇപ്പൊ എന്ത് മുന്നോട്ട് പോകില്ല. അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നീ എന്തിനു ചെന്നുകൊണ്ടുള്ള ഞങ്ങൾ വിട്ട് ഓടറാട്ട ഒരിക്കലും അത് കനസിൽ നീ വ്യക്തിത്വമായി ഈ നേതാവിടെ തൊട്ട് ഒട്ടുകൊണ്ടെങ്കിലത്തെ വിഷയം ഇല്ല. അത് നിങ്ങൾക്ക് ഞങ്ങൾ ഓടാനായിട്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉർവത്ത് ഇബ്നു മസ്ഊദ് ഇങ്ങനെ മുണ്ടുമ്പോഴും അതിങ്ങനെ നോക്കിക്കൊണ്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് സ്വഹാബത്ത് ഇങ്ങനെ ആദരിക്കുക, ഇങ്ങനത്തെ ഒരു സ്നേഹം അയാൾ അത്ഭുതപ്പെട്ടത്. അയാൾ ചൊല്ലു ഫവല്ലാഹി മാ തനഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമതൻ ഇല്ലാ വഖഅത് ഫീ കഫ്ഫി റജുലിൻ മിൻഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പിയിൽ കഫാവട്ട് തുപ്പാവട്ട് കീൽ ഭൂമിൽ സഹിഹായ ഹദീസ് ബുഖാരിയിലുള്ള ഹദീസ് തുള്ളിട്ടപ്പുറം പോകാൻ സാധ്യതയില്ല. കഫത്തൊട്ടി ഇങ്ങനെ ആക്കണമാണ് കേട്ടെങ്കിൽ അത് മഹബത്താണ്. അൽ ഹുബ്ബുൽ മുതനാഹിന്റെ അങ്ങേയറ്റത്തെ സ്നേഹമാണ്. ഇത് ലോകത്ത് കിട്ടിയെങ്കിൽ ഒരേ ഒരു നേതാവ് മാത്രമാണ്. അതല്ലാത്ത ഒരു നേതാവിടെ തുപ്പിൽ ഒരാൾക്ക് അകത്തിയില്ല, കഫത്തകത്തിയില്ല. ഇത് സഹിഹായ ഹദീസ് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വകി തോന്നുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിത്ത സാധനങ്ങളെല്ലാം അത് മുസ്ലിം ലോകത്തിന് വലിയ ബർക്കത്താണ്. കപട വിശ്വാസികൾക്ക് ബോഡി വേസ്റ്റ് ആണ്. അങ്ങനെയുള്ള ബോഡി വേസ്റ്റ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർത്തുകൊണ്ട് ഒരാളിന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ വലിയ നേതാവാണ്. ഇപ്പോൾ ഗൊത്തില്ല ഇക്കോ വയസ്സായിട്ടാ പറയുന്നത്. അങ്ങനെ എല്ലാവരും ഇതെന്തും പിടിക്കില്ല. അപ്പൊ ഞാൻ ചൊന്ന വിഷയങ്ങൾ ആഴത്തിലിറങ്ങിയിട്ട് പഠിക്കില്ല കുറെ ആൾമാർ. അപ്പൊ അങ്ങ് ചൊല്ലതല്ലേ സമയം ചൊല്ലത് അങ്ങ് ചൊല്ലത് എവിടെ സമയം
ഇവിടെ സഹാബത്തിന്റെ വിശ്വാസം എനിക്കില്ലല്ലേ? ഖുർആൻ ചൊന്നത് ആമീനു കമാ ആമനന്നാസ്, സഹാബത്ത് വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലേ? അപ്പൊ ചൊന്നത് അതല്ല, ബോഡി വേസ്റ്റ് ഉണ്ട് അവന്റെ പലക്കം. അവൻ എന്ത് ചെയ്ത് അങ്ങനെയാണ് ബോഡി വേസ്റ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ ഞങ്ങളെ പോലെ ബോഡി വേസ്റ്റ് അവനോട് ടീ കേട്ടാൽ അങ്ങനെ ടാങ്ക് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെ പിന്നെ ചെന്ന് ഇതെല്ലാം ബോഡി വേസ്റ്റ് ചെന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കിക്കൊണ്ടിരുന്നെങ്കിൽ ശരീരത്തെ പുറത്തു വരണമെങ്കിൽ ഈ ചൊന്ന സാധനങ്ങളെല്ലാം, അത് ഷഹർ മുബാറക്കാവട്ടെ, അതുപോലെ ഉഗറാവട്ടെ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപ്പാവട്ടെ, എല്ലാത്തിനും വലിയ പവറും മാത്രവും സഹാബത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അത് കണ്ടുകൊണ്ടിരുന്നത്. അതിനെ പറ്റിയാണ് ഈ മനുഷ്യൻ ചൊന്നത്. അതൊരിക്കലും അത് പിന്നെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളുകയില്ല. അത് ബോഡി വേസ്റ്റ് ചൊന്നിട്ട് അതൊരു സാമാന്യവൽക്കരിച്ച ആർക്കും ഒരു സാമാന്യ ആൾമാർക്ക് പുറത്തു പറഞ്ഞു പോലത്തെ സാധനമാണ് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബശറും മിസ്ലുക്കും നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ് അങ്ങനെ ചെന്നോട്ടുള്ളൂ. അപ്പൊ ഞാൻ ചൊല്ലുന്ന സഹാബത്തിന്റെ വിശ്വാസം അതല്ല, ഒരിക്കലും സഹാബത്തിന്റെ വിശ്വാസം അതല്ല. ഈ കഫത്തെ കീഴ്കൂടുകൂടില്ല, അതിങ്ങനെ കൈ കാട്ടാറ്. കീഴ്കൂടുമ്പോ കൈ കാട്ടിട്ട് പിന്നെ അങ്ങ് ആക്കളെ സ്വാതന്ത്ര്യത്തുണ്ട്. അതുകൊണ്ട് അങ്ങനെ മുഖത്തെയും തോളിന്റെയും ഇങ്ങനെ തടകിടാറുണ്ട്. അത് നോക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായില് വന്നെങ്കിൽ ഉമിനീർ കൊണ്ട് അത് മുഖത്തെയും ശരീരത്തെയും അങ്ങ് തടിക്കൊണ്ടുള്ളത്. ഇതെന്തിനാണ് ആക്കണേ കേട്ടെങ്കിൽ അതിൽ പുണ്യമുണ്ടുള്ള വിശ്വാസമല്ലേ. അത് ഇത്രയും വലിയൊരു നേതാവുള്ളതാണ്. അതാണ് ഇസ്ലാം. ഇസ്ലാം തോന്നുന്നെങ്കിൽ സ്വഹാബത്ത് കാട്ടിത്തന്നെങ്കിൽ വഴിയാണ്. പിന്നെ ചൊല്ലി എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടായെങ്കിൽ അപ്പ അതിനാക്കിടാറ്. വൈദാ ഒന്നെടുത്തിട്ടുണ്ടായെങ്കിൽ കാതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദൂടെ തന്നിക്ക് കിട്ടുകയായിട്ട് യുദ്ധാത്തോളം റെഡിയാക്കാം. യുദ്ധാക്കളെ സ്പർദ്ധാക്കണം, നക്ക് കിട്ടണോ എന്നിട്ട് കിട്ടിയതിനെ അങ്ങ് ശരീരത്തോട് തോത്തി പോകാറ്, ശരീരത്തിൽ ഇങ്ങനെ തെരിപ്പാടാറ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദൂടെ തണ്ണി കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴാണ് എല്ലാവരും ബാക്കിയുള്ള തണ്ണിയുടെ എടുത്തുണ്ടാകും. കുറച്ച് സഹാബത്ത് പറയുമ്പോൾ തണ്ണിയില്ല. അപ്പൊ എന്താക്കിയാറുണ്ട്, തന്നി കിട്ടിയ ആൾമാർ മേൽ ചണ്ടിയാക്കിയതാറുണ്ട്. അതിലെ എടുത്തിട്ട് അങ്ങനെ തടിക്കുന്ന തോത്തിക്കൊണ്ടാറുണ്ടാണ് സഹീഹായ ഹദീസ്. ഇപ്പൊ ബാഹ്യമായ ഇതെല്ലാം ആത്മീയമായ വഴിയിൽ കാണാത്ത ഒരാൾ വിചാരിക്കുന്ന വ്യക്തി പൂജയല്ലേ ഇങ്ങനെയുള്ള ആക്കോണാണ് കേൾക്കിടാറ്. പക്ഷെ അങ്ങനല്ല, സഹാബത്ത് അങ്ങനെ ആക്കി കാട്ടിയാറ്. ഇത് സഹീഹായ ഹദീസിലാണ് ഉള്ളത്. അങ്ങനെ മുണ്ടിയാറുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുട്ട സൗണ്ടും എല്ലാം ആക്കിയിട്ട് മുണ്ടാറ്. കണ്ണിങ്ങനെ ഉയർത്തിയിട്ട് പോലും അങ്ങ് തഴവീം കൊണ്ട് നോക്കില്ല. അങ്ങനെ ഇതെല്ലാം കണ്ണെങ്കത്തെ ഉറുവത്തുൽ മസ്ഊദ് നേരെ അയാളെ കൗമട മുട്ട കൊണ്ടുപോകും. പോയിട്ട് ചൊല്ലു വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂക്, രാജാക്കന്മാരെ മുട്ട ഞാൻ പോയില്ല. എന്നത്തെ ഏത് രാജാവ്? കിസ്റ, കൈസർ, നജാശി എന്ന് രണ്ട് പേര് കേട്ട 3 രാജാക്കന്മാരെ പേരാണ് ഇയാൾ ചൊന്നത്. അങ്ങനെ മുട്ട എല്ലാം ഞാൻ പോയില്ല. പക്ഷേ വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅദ്ദിമുഹു അസ്ഹാബുഹു മാ യുഅദ്ദിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഉറുവത്തുൽ മസ്ഊദ് സാക്ഷിയാണ്. അഥവാ ലോകത്തുള്ള അന്തത്തെ ഏറ്റവും വലിയ നേതാക്കന്മാരെ മുട്ട അംബാസിഡറായി പോയെങ്കിൽ ഈ ചൊന്ന ഉറുവത്തുൽ മസ്ഊദ് അയാൾ ചൊന്നുകൊണ്ട് കിസ്റയുടെ മുട്ട, കൈസറുടെ മുട്ട, നജാശിയുടെ മുട്ട പോയില്ലേ. ಅಂಕುಲಿ ಸ್ವಲ್ಪ ಬಂಗಾರ ಕಿರೀಟಕ್ಕೂ ಬಂಗಾರ ಕುರ್ಸಿಕ್ಕೂ ಬಂಗಾರ ಕುಳಿಕಿಡಾಮಾರಾಯ್ತಿಕ್ಕೂ വലിയ വലിയ നേതാക്കന്മാരും അനുയായിന സൈന്യം എല്ലാം അങ്കിക്കും. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയാളെ അനുയായി ബഹുമാനിക്കുമ്പോൾ ലോകത്ത് ഒരാളെയും ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്താ ചെന്നോണ്ടു ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കരമായ ജഗഭഗത്ത വസ്ത്രം എന്തും ഇല്ല, വല്ലാത്തൊരു കാറെന്തും ഇല്ല, ഗാഡി എന്തും ഇല്ല, എന്തും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവാം. പക്ഷേ ആ നേതാവുടെ കൽബിൽ വെച്ച് സ്നേഹിക്കും. സഹാബത്ത് കൈത് എല്ലാം കണ്ടിട്ട് അയാൾ അത്ഭുതപ്പെട്ടുകൊണ്ട് എന്നിട്ട് വിശദീകരിക്കുന്നത് ഇങ്ങനെയല്ല ഞാൻ കണ്ടുവന്ന തുപ്പ് തന്നെ പോലും കീഴ് പോലും പോലും. അപ്പൊ എന്ത് നേതാവായിക്കോ നീ എന്ത് കളിച്ചിട്ട് കാര്യമില്ല, ഇത് മേലെ പണ്ടത് സംശയമേ ഇല്ല എന്നുള്ള വിശ്വാസം അയാൾ കൊണ്ട് പിൽക്കാലത്ത് പരിശുദ്ധമായ ഇസ്ലാം അയാൾ കടന്നു വന്നിട്ടാണ്. അപ്പൊ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആധാറുകളും അഥവാ പുണ്യ അവശിഷ്ടങ്ങളെ കൊണ്ടാണ് സ്വഹാബത്തുകളുടെ വർക്കത്തെത്തുകൊണ്ടുള്ളത്. ഞാൻ നേരത്തെ ചൊന്നെങ്കിൽ വ്യക്തിയുള്ളല്ലേ ബോഡി വേസ്റ്റ് ചൊന്നവനോ അവനേക്ക് പ്രൂഫാക്കി എന്തിനും ചൊന്നെങ്കിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലമൂത്ര വിസർജനക്ക് കൊണ്ടുപോകും. അങ്ങനെ പോയപ്പോ അതിൽ കൽകിട എന്തെങ്കിലും കേൾക്കട്ടെ, കൽകിട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽകിട ക്ലീൻ ആക്കി ദൂരം കൊണ്ടു. അപ്പൊ അത് ശുദ്ധിയിട്ടായെങ്കിൽ അത് ഔട്ടായെങ്കിൽ അതെല്ലാം കൽകിട അകത്തിയില്ലല്ലേ. അപ്പൊ അത് കൽകിടത് കൊണ്ട് എന്തായിട്ടുണ്ട്, അത് നജസിന്റെ ഇട്ട് അത് വേസ്റ്റ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബൗൾ ആ
അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. ചോരെ കുറിച്ച് എനിക്ക് എത്ര സ്വഹാബത്തുള്ള ചോര കൊമ്പൊയി കൊടുത്തപ്പ അപ്പുറത്ത് തുയ്യണം ചൊന്ന് കൊമ്പൊയി കൊടുത്തപ്പ സ്വഹാബത്ത് തൂങ്ങിയല്ല അതിന് വേണ്ടി പോയിട്ട് അപ്പുറത്ത് കുടിച്ചാൽ എനിക്ക് എന്തോ ആവുന്ന മാത്രം ചൊന്ന് പറഞ്ഞില്ല. ಬೇರ್ಪು ಸಂಗ್ರಹಿಸಿದ ವಿಷಯಗಳು ಎದುರು ಇങ്ങനെ ಎಲ್ಲತ್ತೂ ಉಂಟು, ಎಲ್ಲವತ್ತೂ ಉಂಟು. ಅಪ್ಪ ಅದು ನನಗೆ ನಕ್ಕದು ಉಳ್ಕೊಳ್ಳೋದು ಆವಿಲ್ಲ ಅಂತ എന്ത് വിഷയമാവാൻ ഇങ്ങനെയുള്ള ഐത്തുണ്ടെങ്കിൽ അവിടെ നാം ഒന്ന് മനസ്സിലാക്കുന്നത് ഈമാന്റെ അതുപോലെ ഞങ്ങളത് ആർക്കും വേണ്ട, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും വേണം. അപ്പൊ ഓണിട്ട പ്രൂഫ് അതാണ് കൽക്കട് എന്തെങ്കിലും അവൻക്ക്. അപ്പൊ ഓയം തറുവാണെന്ന് ചെല്ലെങ്കിൽ ഒരാളോട് ബലഹ എത്തിയിട്ട് നല്ല ബലഹ സൂക്തം അവരോട് അയാൾ എന്ത് ചെയ്തെങ്കിൽ കൽക്കട് എന്തെങ്കിലും തന്നെ നിന്റെ ക്വസ്റ്റ്യൻ ഇപ്പൊ കൽക്കട് എന്തെങ്കിലും ചെന്നെങ്കിൽ നിന്റെ പുറത്തങ്ങളുടെ വേണ്ടാറും തോന്നും. കാരണം നിങ്ങൾ എപ്പോ നോക്കി ഖുർആൻ സുന്നത്ത് അതേ ചോദിക്കരുത്. എല്ലാവരും ഖുർആൻ സുന്നത്തിൽ ആൾമാരാണ് തിരിച്ചുള്ള ആറോ മാത്രം ഞങ്ങൾ ഖുർആൻ സുന്നത്തിൽ ആൾമാർ. പക്ഷെ ഖുർആൻ സുന്നത്ത് ഞങ്ങൾക്ക് ഞങ്ങളെ മുന്നോട്ട് പറഞ്ഞ എങ്ങനെ പഠിപ്പാക്കിയാൽ അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ ചൊല്ലും. അങ്ങനെ ചൊല്ലിട്ട് അങ്ങനെ അങ്ങനെയുള്ള വലിച്ചേറിയിട്ട് ഞങ്ങൾ ഡയറക്റ്റ് അതോടുണ്ടല്ലോ ഖുർആൻ എടുത്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അങ്ങനെ വ്യത്യാസമാണ്. രണ്ടാമതും വേണത് ഖുർആൻ സുന്നത്ത്. അപ്പൊ നിങ്ങൾ ഖുർആൻ സുന്നത്തിൽ ആൾമാർ. അപ്പൊ നീ സുന്നത്ത് എടുത്ത് നോക്കുമ്പോൾ അതിൽ കണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന എങ്ങനെ വിസർജനാക്കിയും കൽക്കൊണ്ടിരുന്നിട്ട് കണ്ടെങ്കിൽ നീ ഭയങ്കര ഇത്തിബാറ ഫോളോ ആക്കുന്ന ആളല്ല, നീനും കൽകാൻ. കാരണം ഖുർആൻ സുന്നത്തിൽ ആൾമാരല്ലേ. അപ്പൊ അവിടെ കൽക്കാണ്ടിരുന്നെങ്കിൽ എന്തോ നീനും വിത്ത് കൽക്കാണ്ടിരുന്നെങ്കിൽ ചുറ്റുഭാഗത്ത് ഞങ്ങളിലുള്ള ഞങ്ങൾക്ക് ചെയ്യണല്ലേ എന്ന് ചോദിച്ചു. മറുപടി നിന്റെ പോലത്തെ ആൾമാർ ഇത് ഇത്തിബാക്കോ തുടങ്ങിയാറുണ്ടെങ്കിൽ ഞങ്ങളെ പോലത്തെ ചുറ്റുമുള്ള ആൾമാർക്ക് മൂക്കുണ്ടല്ലേ ഞങ്ങൾക്ക് ചെയ്യണല്ലേ. അതുകൊണ്ട് നിന്റെ പോലത്തെ പണ്ടാരും ഗൊന്തുള്ളത് കൊണ്ടാണ് കളിക്കുക, അല്ലാണ്ട് ശുദ്ധി അല്ലാത്തത് കൊണ്ടാണ് മറുപടി പിന്നോട്ട് ശുദ്ധിയില്ല. അപ്പൊ അവർക്ക് അതേ മറുപടിയാണ് കൊടുക്കണേ. അപ്പൊ അതെല്ലാം ആ ചോദ്യങ്ങളെല്ലാം എപ്പോ പണ്ടും ചോദ്യം നിങ്ങൾ കൽബുൽ ഈമാൻ കൊറടിയായപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പരിപാടിക്കൊള്ളും. ഒരാൾ ഇസ്ലാമുൽ ഈമാനിൽ ഗട്ടി നിൽക്കണുണ്ടായെങ്കിൽ തീർന്നെന്തിരുന്നുണ്ടാകും ഒരേ തീർവാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചമ്മ പഠിച്ചെന്റെ പരിപാടി കൊടുത്തെന്റെ അല്ലാണ്ട് വെറുതെ ചെമ്മ നിസ്കരിക്കുക. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഗട്ടി നിൽക്കണോട്ടില്ല. കാരണം അവന്റെ നിസ്കാരം വണിഞ്ഞ നിസ്കാരമാണ്. അവൻ ഈ നിസ്കാരം പരിപാടി ആളെ നോക്കില്ല. പഠിപ്പാട്ടി ആളെയാണ് ഫസ്റ്റ് കൊടുത്തവണ. ഇത് ഇങ്ങനത്തെ ആള് ഈ ആളെ വ്യക്തിത്വം കൽബിൽ അങ്ങ് തെറ്റിട്ടുണ്ടായെങ്കിൽ അവൻ ഈമാന്റെ തപ്പി പൂണ്ടയില്ല, ഉറപ്പാണ്. യുക്തിവാദികൾ യാറാവുള്ള കാരണം എന്ത്, സ്വതന്ത്ര ചിന്താഗതിക്കാർ യാറാവുള്ള കാരണം എന്ത്, അതെല്ലാം എന്തെന്ന് ചോദിച്ചെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അങ്ങ് പഠിക്കോ കുറിച്ചില്ല, അങ്ങ് പഠിച്ചില്ല. അപ്പൊ എല്ലാത്തിനും ഞങ്ങളെ ഈമാൻ ഉറപ്പിക്കാനുള്ള ഏറ്റവും വലിയ വഴി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുന്നുണ്ടാണ്. സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഹാൻ ചൊല്ലു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ സല്ലൽ ഗദാത സുബഹി നിസ്കാരം കഴിഞ്ഞെങ്കിൽ ജാഅ ഖദമുൽ മദീനത്തി ബിആനിയതിഹിം ഫീഹൽ മാ മദീനത്തെ ഖാദിമീങ്ങളെല്ലാം അഥവാ മദീനത്ത് കുറെ അടിമ ആൾമാരിലേക്കാറ് കുറെ യജമാനന്മാരെ പണിക്കാർ ഖാദിമീങ്ങൾ അങ്ങനെ തണ്ണി എടുത്തവണ്ട പാത്രത്തിൽ തണ്ണി എടുത്തവണ്ട. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ ഇറങ്ങുമ്പോ ഇങ്ങെല്ലാവരും അവിടെ എത്തുമ്പോ അകൾ ആശേന്ദ്രൻ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയിടുന്നുണ്ട്. ഇത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സഹീഹ് റിപ്പോർട്ടാക്കി ഇങ്ങനത്തെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയിടുന്നു. കൈയിട്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ആ ബർക്കത്തിൽ തന്നെ അങ്ങ് എടുത്തുകൊണ്ട് കൊണ്ടാകും. ചിലപ്പോ അങ്ങ് പണ്ടെപ്പോ കൊണ്ടുണ്ട് ഭയങ്കര തണുപ്പ് ശക്തിയായി എത്തജാങ്കിൽ വെച്ചതന്നെ എടുത്ത വണ്ടല്ലേ ചപ്പതന്നെ എടുത്ത വണ്ടോ ഭയങ്കര തണുപ്പ് ഭയങ്കര ചളിയുണ്ട്. അങ്ങനത്തെ ടൈമിൽ പണ്ടേ അപ്പോഴും ഓടന്നെ ഈ ടൈമിലാണ് നിങ്ങൾ പണ്ട് ഭയങ്കര വെച്ചോണ്ട് അങ്ങനെ എന്തില്ല. അതാണ് എന്താക്കല ആരെയും നൊമ്പലാക്കല ചിന്തല്ലേ ഒരു ഇങ്ങനത്തെ തണുപ്പത്തെ ടൈമിലും ആ തണ്ണി എത്ര തണുപ്പിക്കൂ എങ്കിലും നബിക്ക് കൈയിട്ട് കൊടുത്തുകൊണ്ടിട്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സഹീഹ് റിപ്പോർട്ടാക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും സഹാബത്ത് വേണോ അങ്ങ് ബർക്കത്ത് എടുത്തുകൊണ്ടുള്ളതാണ്. സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് വേളയിൽ ജംറത്ത് കല്ലേറ് അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിലെ കർമ്മങ്ങളെല്ലാം ആക്കിട്ട് മുടി കളയുമ്പോ എന്താക്കണം ചെന്നെങ്കിൽ വലത്തെ ഭാഗത്തെ മുടിയാണ് എടുക്കുള്ളൂ. ഫസ്റ്റ് എടുത്തിട്ട് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വിളിക്കുന്നു. അല്ലാത്തപ്പല്ല സ്വഹാബത്ത് മുടി ഓടിപ്പോയിട്ട് ഇങ്ങനെ എടുത്തോണ്ടിരുന്നു. ഇവിടെ ഇപ്പൊ സ്വന്തം കൽപ്പിക്കരുത് ഈ മുടി അങ്ങനെ എരിവുള്ളതല്ല. അബൂ തൽഹത്തുൽ അൻസാരിയുള്ള സഹാബിയെ വിളിച്ചിട്ട് ചെല്ലു കയ്യിൽ കൊടുക്കും. എന്നിട്ട് ഇടത്തെ ഭാഗത്തെ മുടി എടുക്കുന്നത്. ഇടത്തെ ഭാഗത്തെ മുടിയെടുത്ത് ആ മുടിയും ഇയാളെ കയ്യിലാണ് കൊടുക്കുന്നത്. ഓരോരുമ്പോഴും ഇത്രയെല്ലാം മുടികൾ എവിടെ കണ്ടു ഞാൻ മർക്കസിൽ ഷാഹിർ മുബാറക്ക് വലിയ ചർച്ചയായിട്ട് ഷാഹിർ മുബാറക്ക് കിട്ടിയത് ഒരല്പം വലുതായിട്ട് ഉസ്താദ് ചെന്നത് ആ ക്ലിപ്പ് ഞാൻ കേട്ടില്ല. ആ വിഷയത്ത് ചർച്ച ആയോണ്ടിരിക്കുന്നത്.
അത് ബന്ധമാണ് എല്ലാവരും ആ ഭാഗത്ത് തുടങ്ങിയാണ് ചർച്ചയ്ക്ക് തുടങ്ങി. അത് ഇങ്ങനെ അവിടെ അങ്ങനെ അവിടെ ഇങ്ങനെ അവിടെ അതിന്റെ ಬಗ್ಗೆ കിതാബുൽ ഇമാമിങ്ങൾ എഴുതി വെച്ചാൽ അനുഭവങ്ങൾ എഴുതി വെച്ചാൽ ജവാഹിറുൽ ബിഹാർ ചില കിതാബും യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു അതിന് അനുഭവങ്ങൾ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാഇർ മുബാറക് അത് പഠിച്ചതും അത് വലുതായ ചരിത്രങ്ങളെല്ലാം വിശദീകരിച്ചോളൂ എല്ലാം ഉണ്ട്. പക്ഷെ ഓട്ടത് കൊടുത്തില്ല. അപ്പൊ ഇറങ്ങിട്ട് ഇടിപ്പൊടിയാക്കിട്ടേ എന്നാൽ നാം മാത്രം പിന്നെ ശ്രദ്ധിക്കില്ല. ജാഹിദ് ചെന്നെങ്കിൽ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ചെന്നിട്ട് പിന്നെ ഹിജ്റത്തെ തെരുവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗർ ഗുഹയുടെ പറ്റിയപ്പ ശത്രുക്കളെല്ലാം പറഞ്ഞാറല്ലേ. അപ്പ ഞാനത് ഫസ്റ്റ് ആണ് കേട്ടെ. അപ്പൊ ഉസ്താദ് എന്താ അങ്ങനെ പേടിക്കൊണ്ടില്ല. ഇപ്പത്തെ സൈൻ നോക്കൂ അങ്ങ് ഇങ്ങത്തെ വന്നാറുണ്ടെ നമുക്ക് ഇങ്ങത്തെ പോകാൻ ഇങ്ങത്തെ എന്തിനുള്ളൂ. ഇങ്ങത്തെ നോക്കുമ്പോ വലിയ കടൽ പ്രത്യക്ഷമായിട്ട് എന്തിനു പോകാം. കടലപ്പുറത്ത് ജിദ്ദത്തിലല്ലേ റെഡ്സിയുണ്ട്. ഇതെന്ത് പർവ്വതത്തിന് മേലിൽ കടൽ നക്കുന്നില്ല. കടലുണ്ട് കപ്പലുണ്ട്. അങ്ങ് ഇങ്ങത്തെ വന്നാലേ നമുക്ക് ഇങ്ങത്തെ പോകാം. അത് ചെന്നിട്ടാൻ വേണ്ടി ജൽസലായി അങ്ങനെ എവിടെ ഉണ്ട് വെറുതെ നോക്കുമ്പോ അത് അൽബിദായത്ത് വന്നിഹായത്തുള്ള കിതാബുകൾ നോക്കണ്ടേ. അതിലുണ്ടത് അൽബിദായത്ത് വന്നിഹായത്ത് വന്നെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ നേതാവായ ഇബ്നു തൈമിയ്യ ആ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഇബ്നു കസീർ സമല്ലാത്തതൊന്നും ഞാൻ അതിൽ ചോറില്ല എന്ന ആളാണ്. അയാളാണ് അൽബിദായത്ത് വന്നിഹായത്തിൽ എടുത്തു ധരിച്ചോളുള്ളത്. അപ്പൊ എല്ലാം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷാഇർ മുബാറക് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പൽത്തേത് കൊടുത്തു എത്തേത് കൊടുത്തു. എന്നിട്ട് എന്തൊരു ചൊല്ല കൊണ്ടുള്ള ഇഖ്സിംഹു ബൈനന്നാസ് ഇത് ആൾമാർഗല്ല ഓതിയാക്കോളുണ്ടാക്കുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആൾമാർഗിൽ ഓതിയാക്കോളൂ. എനിക്ക് കേൾക്കുക ആൾമാർ ഓതിയാക്കിയത് സ്വീറ്റ്സ് തിന്നര സാമാൻ മാത്രമല്ല ഓതിയാക്കൂടായി. ഇത് അന്ത്യനാൾ വരെ നിലനിൽക്കണായിക്കത്ത വിജയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാഇർ മുബാറക് സ്വഹാബത്ത് ഓതിയാക്കിയിട്ട് എടുത്തുകൊണ്ടാണ്. അങ്ങനെ കുറെ സ്വഹാബത്ത് കിട്ടിയിട്ട് ചില ആൾമാർ മരിക്കും മകൾ കഫൻ തുണിയിൽ വെച്ചാറ്. ചില ആൾമാർ കൊടുത്തു വീണ്ടും ലോകത്തെ എത്രയോളൊക്കെ ഈ ചൊന്നെങ്കെത്ത ആധാർ കാണുക സാധ്യ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാഇർ മുബാറക് കൊണ്ട് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എല്ലാം ഞാൻ കേട്ടതാണ്. അതുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ചൊന്ന പേർപ്പ് കൊണ്ട് അത് വലിയ സുഗന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരുവ് നടന്നു പോയെങ്കിൽ ആൾമാർ ಗೊತ್ತಾയിട്ട് ഈ തെരുവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ട് ചെന്നിട്ടു. കാരണം മണ ഭയങ്കര മണ തടിക്ക് ഭയങ്കര സുഗന്ധ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാരെ സെന്റിട്ടോടിന്താണ് ചെമ്മ സെന്റിക്ക് പൈസ ഇതാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിട്ട് പിന്നെ ചെല്ലണ്ട ഒരു തെരുവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടില്ലെങ്കിൽ സ്വഹാബത്ത് ആ തെരുവ് പോയി എന്താ ചെയ്യേണ്ടത്? അത്ര നല്ല സുഗന്ധമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ വേർപ്പും സുഗന്ധമാണ്. അതുകൊണ്ട് വർക്കത്തെടുക്കാറുള്ളത്. ദഖല അലൈന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാദിം ഞങ്ങൾ ഒത്തുകൊടുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടോ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിട്ട് ഒരു ഉച്ച ടൈമിലാണ്. ഉച്ചയ്ക്ക് മുമ്പ് കയ്യിലുള്ള എത്ര ഉറക്കം ചെല്ലുന്ന ഉറക്കണ്ട. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേർത്തോണ്ടുണ്ടു. വേർക്കുമ്പോ വജാഅത്തു ഉമ്മി ഖാറൂന എന്റെ ഉമ്മ സുലൈം റളിയല്ലാഹു അൻഹയാണ്. ഒരു വാക്കത്തുള്ള പെണ്ണാണ്. പെണ്ണിങ്ങൾ ഒരു ക്ലാസ്സിൽ വെച്ചില്ല റുമൈസ സ്റ്റോറി ചെയ്ത് പെണ്ണിങ്ങളെല്ലാം കടത്തുന്നത്. അത് ഈ ഉമ്മയുടെ സ്റ്റോറിയാണ് അത് ചൊല്ലാൻ ഉദ്ദേശിച്ചത്. ഇവ സ്വർഗത്തെ പെണ്ണുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ചെന്നെങ്കിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പെണ്ണായി അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഖാദിമിന്റെ ഉമ്മ അയിമണ്ടാക്കിലും ചെന്നെങ്കിൽ മെല്ലെ പിന്നെ ഒരു പാത്രത്തെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹറമാണ് കാണുക നോക്കുകയെല്ലാം പറ്റിയ ആളാണ് ഈ ഉമ്മ. അയിമ വന്നിട്ട് എന്താക്കിയിട്ട് ചെന്നെങ്കിൽ ഈ വേർപ്പുടലെല്ലാം ഇങ്ങനെ ശേഖരിച്ചിട്ട് ഈ പാത്രത്തിലാക്കി വെക്കുന്ന വേർപ്പുടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കടെ എഞ്ചിച്ച പാടെ ഈ വേർപ്പെല്ലാം റെഡിയാക്കി പാത്രത്തിലാക്കി വെച്ചോ. فقال يا ام سليم ما هذا الذي تصنعين ഇതെന്ത് സവാലക്കുള്ളത്? قالت ايمه هذا عرقك نجعله في جيبنا. ഇത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ സ്വഹീഹ് ബുഖാരി പിന്നെ സ്വഹീഹ് മുസ്ലിം ഇതിനുള്ള ഇങ്ങനത്തെ സംഭവം. അപ്പൊ അതിൽ കേൾക്കുന്നത് ഇതെന്ത് പണിയാണ് നിങ്ങൾക്ക് കൊണ്ടുള്ളത്? ഇത് നിങ്ങളെ വേർപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഞങ്ങളെ സുഗന്ധത്തിലാക്കട വഹുമിൻ അതിയബിത്തീബ് നിങ്ങളെ വേർപ്പ് ചൊന്നെങ്കിൽ ലോകത്ത് ഏറ്റവും സുഗന്ധമുള്ള വേർപ്പല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ബർക്കത്ത് നിങ്ങളെ മക്കൾക്ക് ആഗ്രഹിക്കടാണ്ട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ചൊല്ലുന്നത്. ചെന്നപ്പ ഇത് സമല്ലാണ്ടല്ല ചെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസബ്തീജു നീ ആക്കി സമാഅതു. കാരണം ഇത് നാക്ക് ഉള്ളതാണ്. ഇത് സാമാന്യ വ്യക്തി അല്ലല്ലേ. അല്ലാഹു പഠിച്ചെങ്കത്തെ ഏക വ്യക്തി
ഏറ്റവും വലിയ മഹത്വമുള്ള വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിക്കുന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തട്ടിക്കിടന്നിട്ടുള്ളെങ്കിലത്തെ മദീനത്തെ മണ്ണുണ്ടല്ലോ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഖബർ ശരീഫിൽ കിടന്നപ്പോ ശരീരത്തിൽ തട്ടിയിട്ടുള്ള മണ്ണ്, ആ മണ്ണിനെ പറ്റിയിട്ടുള്ളത് കഅബത്താറ്റി പോയി ഈ മണ്ണ് കൊണ്ടുപോകും. പിന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലത്തി ബയാദി തുർമൻ വമഅഉമഹു തുബാലി മുൻതശിത്തിൻ മിൻഹു വമുത്തസിമി. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം അട്ടിപ്പിടിച്ചെങ്കിലത്തെ മണ്ണിന് സമാനമായ ഒരു സുഗന്ധം ഒരു മണ്ണ് ലോകത്തില്ലാണ്ടാണ് ഇമാം അൽ ബുസീരി റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ. അപ്പൊ നിങ്ങൾ ആക്കിയത് സമാനത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അങ്ങനെ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു. സഹാബത്തിന്റെ വസ്ത്രം വേണം ഞാൻ ചെന്നല്ലേ ബദർ യുദ്ധത്തെ ടൈമിൽ സവാദ റളിയല്ലാഹു അൻഹു നക്ക് പ്രതികാരം കൊണ്ടുവന്നിട്ട് ആക്കിയ പണി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അരക്കി പിടിച്ചിട്ട് ശരീരത്തിൽ കണ്ടോട്ടോ. എന്നിട്ട് ഇതെന്തെങ്കിലും നിങ്ങൾ ആക്കിയാറും ചെല്ലുമ്പോ നന്റെ തോറും നിങ്ങളെ തോറും തട്ടോ. കാരണം മരിക്കുകയാണ് പോയോളൂ. ലൈക്ക് മുമ്പ് ഇത് കിട്ടിയിട്ടുണ്ടായി പിന്നെ വചാവോ. അതുകൊണ്ടാണ് നബി ഇത് മഹബത്ത് കൊണ്ടാണ് അങ്ങനെ ആക്കണേ ആ സ്വഹാബത്ത്. അങ്ങനെ ബഹുമാനപ്പെട്ട സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ചൊല്ല് ഒരു പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ടവന്ത് ഒരു വസ്ത്രം എടുത്തോണ്ടാണ് പണ്ട്. അങ്ങനെ അയിമക്ക് ഇഷ്ടമാണ്. അയിമ ആ വസ്ത്രം എല്ലാം റെഡിയാക്കി പോകുമ്പോൾ ഇത് നിങ്ങൾ ധരിക്കണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിപ്പിക്കുക എന്ന് വന്നത്. എന്നിട്ട് അയിമ ചൊല്ലുന്നത് അക്സൂക ഹാദി, ഇത് നിങ്ങൾക്ക് ഞാൻ തരട്ടാ, ഇത് നിങ്ങൾ എടുക്കറാ, ഇത് നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റെഡിയാക്കി കൊണ്ടുവന്നപ്പോ ഫഅഖദഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്താജൻ ഇലൈഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ എടുത്തിട്ട് ചൊല്ലി സ്വന്തത്തിൽ ഇടുകയാണ് എടുത്ത്. അല്ലാണ്ട് സാധാരണ എന്ത് കൊടുത്തെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണാക്കുന്നത്. ഇവിടെ ഇപ്പൊ സ്വന്തത്തിൽ ഇടവും അയിമ ഇക്കാൻ കൊണ്ടുവന്നത് അങ്ങനെ ഭാര്യ സ്നേഹത്തിൽ അത് എടുത്തിട്ട് പല വിസഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിട്ടവിടെ ഇട്ടപ്പ സഹാബത്തിൽപ്പെട്ട ഒരാള് അത് കണ്ടു. അയാൾ ചോദിച്ചു മാ അഹ്സന ഹാദിഹി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ചന്തമുണ്ടല്ലേ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നക്ക് നിങ്ങൾ ധരിപ്പിക്കോളൂ. ഭാര്യ ചന്തമുണ്ടു. ഞങ്ങൾ പെരുന്നാൾക്ക് നല്ല പുതിയ ഡ്രസ് എല്ലാം ഇട്ട് പറയുമ്പോ ഒരാളെ ചോദിക്കുമ്പോഴേ ഭാര്യ ചന്തമുണ്ടല്ലേ നക്ക് തറുവാറൊക്കെ എന്നൊരു ചെല്ലുക. ഇത് ഞങ്ങൾക്ക് ആരും കേൾക്കല. അങ്ങനെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്ട് ഞാൻ കേൾക്കണോ ഉസ്താദ് ചെന്നിട്ടുണ്ട്. ഉസ്താദെ വിശ്വാസപൂർവ്വമുള്ള ബുക്കും നല്ല ബുക്കും 400 പേരുണ്ട്. അതിൽ അനുഭവങ്ങൾ ഫസ്റ്റ് ആദ്യ ഉസ്താദ് ബാക്കി യാത്ര ഇറങ്ങിയ ഉടനെ ഇതിനിപ്പോ എത്ര വർഷമായി നല്ല ചുരുക്കുള്ള ടൈമിൽ കോളേജിൽ ഇറങ്ങിയ പോലെ അജ്മീർക്ക് പോയപ്പോ അവിടെ നല്ല മുന്തിയ വസ്ത്രം ധരിച്ചിട്ടാണ് ഉസ്താദ് പോയിട്ടാകുമ്പോ അവർ ഫക്കീറായ ഒരാളിൽ ആരെങ്കിലും ഒരു റിസൾട്ട് ആക്കുകയാണ് ആരെങ്കിലും നമ്പർ വിളിച്ചത്. അപ്പൊ നല്ല വസ്ത്രമല്ലേ ചന്തവും നക്തറവും ചെന്നപ്പോ ഉസ്താദ് എന്താക്കി റൂം പോയിട്ട് വസ്ത്രം വേറെ ചേഞ്ച് ആക്കി അതിലെ കൊമ്പന്ന് കൊടുത്തു പോയാൽ. പിന്നെ ഉസ്താദ് നാണ് പ്രായത്തിൽ എത്രാട്ടി മുന്നോട്ട് നക്ക് രണ്ട് നല്ല ഏറ്റവും മുന്തിയ ജോഡി വസ്ത്രം നക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് ആർക്കട്ടിൽ എന്ത് ചെയ്ത് നക്കൊത്തില്ല. അനുഭവം അണ്ട് മുതൽ ഇണ്ട് വരെ നക്ക് വസ്ത്രത്തുകൾ ദാരിദ്ര്യം വന്നിട്ടേക്കാതെ ഞാൻ എടുത്തിട്ട് പോയിക്കാറ്. അത് എവിടെ എപ്പോ എങ്ങനെ പണ്ട് ചൊല്ലുക സാധ്യതയില്ല എന്റെ ഉസ്താദ്. അപ്പൊ ഇക്കട്ട് കൂടെ ഇത് ബർക്കത്താണ് കേട്ടോണ്ടുള്ളത്. അതൊരു പരീക്ഷ ആയിട്ടിരിക്കും. ഇത് ബർക്കത്താണ്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഭാരി ചന്തമുണ്ടല്ലേ നക്ക് ധരിപ്പിക്കുറു ചെന്നപ്പോ കാലനാണ് ആവുല്ലാൻ ചെന്ന വിഷയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അതെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സദസ്സര പോയപ്പോ ബാക്കി സ്വഹാബത്തല്ല ഇയാളെ പറയുക സുഖമാക്കിയത് ആക്ഷേപിക്കുക സുഖമാക്കിയത്. നിങ്ങൾ ഈ ആക്കിയ പണി സമായിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയിമയുടെ കയ്യില് അകത്തി ഇന്ന പോലെയാണ് എടുത്തിട്ട് ധരിച്ചിട്ട് പിന്നെ നീ കേട്ടെങ്കിൽ വേണ്ടെന്ന് തോന്നില്ല തടയില്ല. അത് നീ കൊടുത്തുണ്ടല്ലോ. എന്നിട്ടും നീ എന്ത് കേട്ടെത്തും എല്ലാവരും കൂടി അറിയാതെ ഇയാൾ ആരായിട്ടിരിക്കും സ്വാമി എന്തോ ആവാത്തൊരു സ്വാമിയായിട്ടിരിക്കുക. അയാൾക്കൊരു കമ്മീഷൻ എടുക്കോ ഇതെന്തില്ല പൈസ ഇല്ല അങ്ങനത്തെ ഒരു പാവസ്വാമിയ. ആ പാവസ്വാമി എന്തല്ലവാ ഈ കേട്ടത് ആര് കൊടുത്തുണ്ട. ഇയാൾക്ക് അങ്ങനത്തെ 100,000 ഡ്രസ് എടുക്കോ സാധ്യമാണ്. അത് സഹാബികളിലെ കോടീശ്വരനായ സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാണ് കേട്ടുകൊണ്ടുള്ളത്. അയാൾ കൊണ്ടുണ്ട് നന്റെ മുട്ട ഉള്ളെങ്കിൽ 1000 കോടിയിരട്ടി മഹത്വമുള്ളതാണ് ഈ ഡ്രസ്. ഇതാണ് സ്വഹാബത്തിന്റെ വിശ്വാസം. അല്ലാണ്ട് ഏതോ പാവപ്പെട്ട സ്വാമി അയാൾക്ക് ഇടോ ഡ്രസ് ഇല്ല അതുകൊണ്ട് നല്ലത്. ഇത് ഏറ്റവും വലിയ കോടീശ്വരനായ അയാൾ വഫാത്തായപ്പോ അയാളുടെ സ്വത്ത് ഓതി വെക്കുന്നത് തലവെച്ചായി പോയിട്ടുണ്ട്. അമ്മാതിരി ബംഗാളിൽ കേട്ട അത്രയും സ്വത്ത് മക്കത്തെ മദീനത്ത് സീറോ കയ്യിൽ വന്നെങ്കിത്ത ആള് മദീനത്തെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയിട്ട് റിപ്പോർട്ടിൽ ചെല്ല് ആ കേട്ടത് സയ്യിദുനാ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ്.
അയാൾ ചൊന്ന മറുപടി റജൗതു ബറകതഹ ഹീന ലബിസഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ബർക്കത്ത് ഞാൻ ആഗ്രഹിച്ച അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ധരിച്ചിട്ടല്ലേ, ധരിച്ചിട്ടാകുമ്പോ അത്രത്തോളം സാമാന്യ ഡ്രസ്സാണ്. പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ധരിച്ചിട്ടാകുമ്പോ അതിന്റെ പൗരങ്ങൾ കൂടിയിട്ട് ഒരു 10 രൂപയുടെ സാധനമാണ് എന്തിനാക്കടോ പിന്നെ പ്രൈസ് കൊടുക്കുന്ന വിചാരിക്കാം. സാധനം 10 രൂപയാണ്. പക്ഷെ അത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 10 രൂപയല്ല വാല്യൂ ഉണ്ട്. അവൻ എത്ര ജാഗ്രത എത്തുക. സാധനം 10 രൂപ, ഇങ്ങനത്തെ എത്ര പേരെ ഞങ്ങളുടെ എടുക്കാൻ പറ. പക്ഷെ ഇത് കിട്ടിയത് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് എങ്കിലേക്ക് എത്രയാണ് പോകുന്നത്. അപ്പൊ സാധനം നോക്കണ്ട, സാധനം ആരെ കയ്യിൽ വന്ന് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ധരിച്ചപ്പോ അതിക്ക് വലിയ പവർ കിട്ടിയിട്ട് ഞാൻ അതിലെ ബർക്കത്ത് ആഗ്രഹിച്ച അതിൽ എന്റെ കഫനാക്കപ്പെടുമോ എന്റെ ഉദ്ദേശമാണ്. നക്ക് എന്തിനാണ് അത് എടുത്തുകൊണ്ടുള്ള എപ്പോഴും ഇട്ട് വെക്കുന്നതല്ല. ലാസ്റ്റിൽ ഞാൻ മരിക്കുമ്പോ എന്റെ അത് കഫനാക്കിയിട്ട് കബറുകൾ എടുത്തോളൂ. നോക്കൂ സ്വഹാബത്തിന്റെ വിശ്വാസം. സ്വഹാബത്ത് വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കുകയാണോ? ആ വിശ്വാസം വെറും മുഹമ്മദ് റസൂലുള്ളാഹി എല്ലാം അതിന്റെ ഭാഗമാണ്. സ്വഹാബത്ത് ആക്കി കാട്ടിയതാണ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ച ജുബ്ബ അല്ലെങ്കിൽ ഖമീസ് വസ്ത്രം അത് ഏറ്റവും വലിയ കോടീശ്വരനായ സ്വഹാബി എടുത്തിട്ട് അയാൾ കാരണം അതാണ് ചരിത്രത്തിലുള്ളൂ. പിന്നെ അയാൾ മെച്ചപ്പോ അയാളെ കഫനാക്കിയത് അതേ വസ്ത്രത്തിൽ ഉണ്ടാകുന്നതുകൊണ്ടല്ലേ അയാളുടെ നസീബ് എത്രയാണ്, അയാളുടെ സൗഭാഗ്യം എത്രയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് നോക്കിയിട്ട് പിൽക്കാലത്ത് വന്നെങ്കിലത്തെ സ്വാലിഹീങ്ങളെ കൊണ്ട് ബർക്കത്ത് കുറെ വിഷയങ്ങൾ എഴുതിച്ചുകൊണ്ടു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല സീമിതം, പിന്നെയും കൊണ്ടു. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുടെ ഖമീസ്, ആ ഖമീസ് ഷാഫി ഇമാം വെളിപ്പാട്ടിട്ടാണ് ഈജിപ്ത് വെളിപ്പാട്ടിട്ട് അതിലെ തന്നി കിട്ടിട്ട് അതിലെ തന്നി കുടിക്കുന്നത്, അതിലെ തന്നി കൊണ്ട് ബർക്കത്തെടുക്കുക ആര്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. വലിയ ലക്ഷക്കണക്ക് ഹദീസ് മനപ്പാടുള്ള വലിയ വലിയ ആൾമാരെ കണ്ടത് വലിയ വലിയ ആൾമാർക്കല്ലേ കൊണ്ടവിടെ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം ശിഷ്യരെ ശരീരത്തിൽ തട്ടിയെങ്കിലത്തെ ഖമീസിലെ എടുത്ത് വന്നിട്ട് ബക്കറ്റ് ഇട്ടിട്ട് അതിലെ തന്നി കൊണ്ട് ബർക്കത്തെടുത്ത ആളാണ് ലോകത്തിൽ ഇസ്ലാം പരിപാടിയെങ്കിലത്തെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇങ്ങനെല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ വസ്ത്രം കിട്ടിയപ്പോ ആ വസ്ത്രം കൊണ്ട് ബർക്കത്തെടുത്തെങ്കിലത്തെ ആളാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു. അങ്ങനെ കുറെ വിഷയങ്ങളിൽ ചർച്ചകൾ ഇനിയും തബറുക്കു സ്വഹാബത്തി ബിആഥാരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഈ കിതാബിന്റെ പേര്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാരവും അവശിഷ്ടങ്ങളെ കൊണ്ട് സ്വഹാബത്ത് ബർക്കത്തെടുത്തതിൽ വകയാണ് ഉള്ളത്. അനസ് റളിയല്ലാഹു അൻഹു വഫാത്താവുമ്പോൾ കാര്യമായ വസിയത്ത് എന്തെങ്കിൽ നണ്ടൊട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക് കൊണ്ട് അത് നണ്ടൊട്ടിക്ക് വെച്ചിട്ട് ദഫനാക്കണം ഉണ്ടാകുന്നുണ്ടല്ലേ. അപ്പൊ എന്തിനാ അങ്ങനെ ആക്കണം എന്ന് അല്ലാത്ത വേറെ എന്തെല്ലാം ഉണ്ടോ? ഇല്ല, നമുക്ക് ഇതിൽ വിശ്വാസമാണ്. കാരണം ഇത് ഇല്ലെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയക്കാണ്. ഞാൻ ഞങ്ങൾക്ക് എന്തും ഇല്ല ഞങ്ങൾ താടിയങ്കി കെട്ടും താടിയങ്കം വെച്ചിട്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തല്ല, ഇതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രതീക്ഷ. അപ്പൊ പ്രതീക്ഷ അങ്ങനത്തെ വിഷയത്തിൽ മാത്രമാണ്. അപ്പൊ ഖൽബുൽ മഹബ്ബത്ത് എന്ന് പറയുമ്പോൾ ആ മഹബ്ബത്ത് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ തൊട്ടിയ ബിസാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ ഈ സദസ്സ് നീ ഖബൂലാക്കണം റഹ്മാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാൻ. നീ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളിൽ പെടുത്തി തരണം റഹ്മാൻ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. എല്ലാ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം റഹ്മാൻ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. മരണം വരെ കടത്തത്തിലാകുന്ന രോഗം ഞങ്ങൾ ആർക്കും നീ നൽകല്ലേ റഹ്മാൻ. അവസാനം കലിമത്തിൽ ഈമാനോടെ സന്തോഷത്തിൽ മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തിത്തരണം റഹ്മാൻ. എല്ലാവിധ സിഹ്ർ, കണ്ണീർ, ശൈത്വാനിന്റെ ശത്രുക്കളുടെ ശർറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാൻ. നിന്റെ പ്രത്യേകമായ ഹിഫ്ളും സഹായവും ഞങ്ങൾക്ക് നൽകണം റഹ്മാൻ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണം റഹ്മാൻ. സ്വാലിഹീങ്ങളാക്കണം റഹ്മാൻ. അനുസരണയുള്ള മക്കളാക്കണം റഹ്മാൻ. ഖുർറത്തു ഐനായ മക്കളാക്കി തരണം റഹ്മാൻ. അവരുടെയും നമ്മുടെയും ദീനും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാൻ. ഈ സദസ്സിൽ വന്ന ഒരാളെയും നീ ഖൈബാക്കരുത് റഹ്മാൻ. നാളെ നിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിജയിക്കുന്ന സജ്ജനങ്ങളിൽ പെടുത്തി തരണം റഹ്മാൻ. അവിടുത്തെ ഹൗദുൽ കൗസർ നൽകണം റഹ്മാൻ. അവസാനം മരിക്കുന്ന സമയത്തെങ്കിലും ആ നേതാവിന്റെ മുഖം കാണാൻ ഈ സദസ്സ് നീ കാരണമാക്കണം റഹ്മാൻ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. الله